നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചതാണ്. കേരളത്തിലെ യുവാക്കളുടെ നിശ്ചയത്തിലായ നേതാക്കൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടം, KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനോഷി, മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ജമീ മേത്തർ, പ്രിയമുള്ള മറ്റ് സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ സിദ്ധാർത്ഥിലെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഘാതകന്മാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഇത് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒരു കേസെടുത്ത് അവസാനിപ്പിക്കേണ്ട കേസല്ല. ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള എല്ലാ പഴുതുകളും ഇട്ടുകൊണ്ടാണ് ഈ കേസ് നടത്തിയത്. ആത്മഹത്യാ പ്രേരണയ്ക്കല്ല കേസെടുക്കേണ്ടത്. 307 പ്രകാരം വധശ്രമത്തിലാണ് കേസെടുക്കേണ്ടത്. ക്രൂരമായി മർദ്ദിച്ച് ബീഭത്സമായി ക്രൂരമായ അക്രമത്തിന് ശേഷം ഈ സിദ്ധാർത്ഥൻ കൊലപ്പെട്ടു. അയാളുടെ മൃതശരീരം കെട്ടിത്തൂക്കി ആത്മഹത്യയാണെന്ന് വരുത്തിയതാണ്. ഇതുവരെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം. സിദ്ധാർത്ഥന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മകന്റെ സഹപാഠികൾ കൂടി പറഞ്ഞ കാര്യം മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്താണ് ഈ സംഭവം? 3 ദിവസം വെള്ളം കൊടുക്കാതെ, പച്ചവെള്ളം കൊടുക്കാതെ സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി നടത്തിയ ക്രൂരമായ അക്രമം നമുക്ക് ഒരിക്കലും ഒരു ക്യാമ്പസിൽ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത ഈ മക്കൾ. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് ഭരിക്കുന്നത് ഡീനോ പ്രിൻസിപ്പളോ ഒന്നുമല്ല. അത് SFI ഗുണ്ട മാഫിയയുടെ നിയന്ത്രണത്തിലാണ്. SFI ഗുണ്ട മാഫിയാണ് അവിടെ ഭരിക്കുന്നത്. വിധിമുറിയുണ്ട്, കോടതിയുണ്ട്, എല്ലാ സംവിധാനവും ആ കോളേജിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിലെ കോളേജുകളിൽ നിന്ന് വാസ്തവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ സംഭവത്തിന്റെ പേരിൽ പോലീസ് എന്തുകൊണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി കേസ് ചാർജ് ചെയ്യുമ്പോൾ ഇതെല്ലാം അന്വേഷിച്ചു വേണ്ടേ FIR ഉണ്ടാക്കാൻ? ഒരു കാര്യം ഉറപ്പാണ്. ഇന്നലെ UDFന്റെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം പോയി. കാരണം മുഖ്യമന്ത്രിയുടെ മാനസപുത്രന്മാർ നടത്തിയ ജീവരക്ഷാ പ്രവർത്തനമാണ് അല്ലേ? അതിന്റെ പേരിൽ അവർക്ക് കൊലക്കയറ് കിട്ടരുത്. അതുകൊണ്ടാണ് ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പിട്ടത്. 307 മാത്രമല്ല, പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ എഴുതിയായിരുന്ന കമാൽ പാഷ എഴുതി 302, 304, 305, 306, 307 ഈ വകുപ്പുകൾ വരണം. ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, കൊലപ്പെടുത്താൻ, ബോധപൂർവം ആക്രമിക്കുക. ഇത്തരം വകുപ്പുകൾ FIR ഇല്ലെങ്കിൽ ഇവർക്ക് കൊലക്കുറ്റത്തിന് ശിക്ഷ കിട്ടുകയില്ല എന്ന് ഒരു ജഡ്ജിയായിരുന്ന ഒരാൾ അഭിപ്രായപ്പെട്ടു. ഈ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ആളാണ് ഡോക്ടർ അശോക്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ സോമനാഥപിള്ള. ഇവരുടെ 2 പേരുടെയും ലേഖനങ്ങൾ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ വന്നു. അവരുടെ അനുഭവം ഇപ്പോഴെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണു തുറന്നല്ലോ ഈ SFI ഗുണ്ട മാഫിയക്കെതിരെ. ഡോക്ടർ അശോക് വൈസ് ചാൻസലറായിരുന്നപ്പോൾ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഈ കുട്ടികൾക്ക് ആ കോളേജ് യൂണിയൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കൽപ്പറ്റയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ആരാ പോയത്? ആ കുട്ടികളെ സഹായിക്കാൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ, മുൻ MLA ശശീന്ദ്രൻ, അദ്ദേഹം അവിടെ പങ്കെടുത്തു എന്നുള്ളത് മാധ്യമങ്ങളിൽ വന്നു. കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കൾ പ്രസംഗിച്ചപ്പോൾ ഇന്നലെ ഒരു വിശദീകരണം, ഞാനവിടെ പോയിരുന്നു എന്ന് അദ്ദേഹം പറയാൻ നിർബന്ധിതനായി. പക്ഷേ പോയത് കുട്ടികളെ സഹായിക്കാനല്ല. പിന്നെ എന്തിനാണ്? ഇന്നലെ ഏതോ ഒരു ചർച്ചയിൽ ഒരാള് ചോദിക്കുന്ന കമാൽ പാഷന് അവിടെ പോയത്
അവിടുത്തെ CA, SA ഒക്കെ കല്യാണം വിളിക്കാനാണോ? SFIക്കാരായിട്ടുള്ള പ്രതികളെ അവിടെ ഹാജരാക്കുമ്പോൾ അവിടുത്തെ മുൻ MLA പോയി, ജില്ലാ സെക്രട്ടറി പോയി CA വരട്ടി. എന്തിനാണെന്നറിയാമോ? അദ്ദേഹം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, SFI പ്രവർത്തകരാണ് കൊലപ്പെടുത്തിയത്, തനിക്കെതിരെ അറിയാം എന്നാണ് ചോദിക്കുന്നത്. എന്നാലും അവിടുത്തെ ജില്ലാ സെക്രട്ടറി അയാളെ ഭീഷണിപ്പെടുത്തി, അയാളെ കൊണ്ട് തിരുത്തിച്ചു. അയാളെ ഒന്നാമത്തെ കൊണ്ടയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെ പല കോളേജുകളും SFIയുടെ ഈ കുട്ടാമാഫിയ പ്രവർത്തിക്കുന്നിടത്ത് എന്തെങ്കിലും നടപടി ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടോ? നമ്മുടെ തൊട്ട് മുമ്പിലല്ലേ യൂണിവേഴ്സിറ്റി കോളേജ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. ആ കോളേജിനകത്ത് കഴിഞ്ഞ 10-15 കൊല്ലമായി ഞങ്ങളെ പോലുള്ള കേരളം പോലുമല്ല അവിടുന്ന് വർദ്ധന വെച്ച് അവസരമായ ഒരാളാണ് ചെറിയാൻ. ഞാൻ ഈ കോളേജിന്റെ 125ാം വാർഷികത്തിന് എന്നെ ക്ഷണിക്കും. എനിക്ക് പോകാൻ ധൈര്യമില്ല. അതിനു മുമ്പ് ഒരു പരിപാടിക്ക് ഞാൻ പോയപ്പോ SFIക്കാർ എന്നെ സ്വീകരിക്കാൻ ചെരുപ്പ് ബാലയുമായിട്ട് ഇരിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കണം. യൂണിവേഴ്സിറ്റി കോളേജിന്റെ 10 ഇരട്ടി ഭീകരതയാണ് ഈ പോക്കോട്ടൂർ വെറ്റിനറി സർവകലാശാല ഈ ക്യാമ്പസിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഞാൻ പറയുന്നു, ഈ കേസിന്റെ പിന്നിൽ പൂർണ്ണമായി നിയന്ത്രണം മുഖ്യമന്ത്രിക്കാണ്. കേരളത്തിലെ ഗവർണർ അവിടെ പോയി, നമ്മളെല്ലാം പോയി. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയല്ലേ നെടുമങ്ങാട് 12 കിലോമീറ്റർ അകലെ. മുഖ്യമന്ത്രിക്ക് ആ പിതാവിനെ കൊണ്ടൊന്ന് ആശ്വസിപ്പിക്കാനുള്ള ബാധ്യതയില്ലേ, ഉത്തരവാദിത്വമില്ലേ? ഈ നിമിഷം തന്നെ പോയോ? പോകാത്തത്. പണ്ടിവിടെ ഇടിഞ്ഞത്തും ശംഖമുഖത്തും ഓക്കി ദുരന്തമുണ്ടായി. ഒരുപാട് ആളുകൾ കടപ്പുറത്ത് ചത്തടിച്ചും അവരുടെ മൃതശരീരങ്ങൾ വന്നു. മുഖ്യമന്ത്രി കയറി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഒളിച്ചിരുന്നു. പേടിച്ചാണ്. കാരണം മത്സ്യത്തൊഴിലാളികളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് ഭയമാണ്. ഇപ്പൊ നെടുമങ്ങാട് പോകാത്തത് കുറ്റബോധം കൊണ്ടാണ്. ഈ